മംഗല്യം ഭാഗം 3. മിതു തന്നെ സെറ്റുടിപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ജാനി. എത്ര ഭംഗിയായിട്ട് നിമി നേരം കൊണ്ടവൾ വൃത്തിയായിട്ട് ഉടുപ്പിച്ച് തന്നതെന്ന് അവൾ ഓർത്തു. സാരി അല്ലെങ്കിൽ ദാവണി ധരിക്കുക എന്നതൊന്നും അവളുടെ വിദൂരമായ ആഗ്രഹത്തിൽ പോലും ഇല്ലായിരുന്നു. ഇന്ന് ആദ്യമായി ഈ വസ്ത്രം ധരിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും ഇഷ്ടവും ഒക്കെ തോന്നിപ്പോയി അതിനോട്. മിതുവായിരുന്നു ജാനിയെ ഒരുക്കിയതും. വലിയ ജിമുക്കി കമ്മലുകളും പേള് കൊണ്ടുള്ള മാലയുമൊക്കെ അവൾക്ക് തന്നെ മിതു ഇട്ടുകൊടുത്തു. അവളുടെ കണ്ണിൽ മിതു കൺമിഷി എഴുതാൻ തുടങ്ങി. പക്ഷെ ജാനി അതിന് സമ്മതിച്ചില്ല. ടാ, എനിക്ക് നീറ്റൽ വരും, വേണ്ട കേട്ടോ. ജാനി അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അത് തടഞ്ഞു. ഇല്ല പെണ്ണെ, ഇത് ബ്രാൻഡഡ് ഐറ്റമാണ്, അങ്ങനെയൊന്നും നീറില്ല, ഞാൻ എന്നും യൂസ് ചെയ്യുന്നതാ. മിതു എന്തൊക്കെ പറഞ്ഞ് നോക്കിയെങ്കിലും ജാനി സമ്മതിച്ചില്ല. പണ്ടൊരിക്കലും ഉപയോഗിച്ചപ്പോൾ അവൾക്ക് കണ്ണ് നീറി പുകഞ്ഞു. അത് പിന്നീട് വലിയ പ്രശ്നമായിരുന്നു. ഒടുവിൽ അവൾ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും മിതു തൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തപ്പോൾ അവൾ പിന്നെയും സുന്ദരിയായി മാറി. രണ്ടുപേരും റെഡിയായി കഴിഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് പാർവതി അവിടേക്ക് വന്നത്. രണ്ടാളും റെഡിയായോ? എങ്കിതാ ഇതുകൂടി തലയിൽ വെച്ചോളൂ. അവരുടെ കയ്യിൽ ഒരു വാഴയിലയും കുറച്ച് മുല്ലപ്പൂക്കളും ഉണ്ടായിരുന്നു. മിതു കുറച്ചെടുത്ത് ജാൻവിയുടെ തലയിൽ വെച്ച് കൊടുത്തു. അതും ജാൻവിക്കൊരു പുതിയ എക്സ്പീരിയൻസ്. അവർ രണ്ടുപേരും ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും റെഡിയായി താഴെ നിൽപ്പുണ്ട്. സുന്ദരിയായിട്ട് ഇറങ്ങി വരുന്ന ജാനിയെ പലരും കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. മോൾ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, അച്ചമ്മ പറഞ്ഞതും ജാനിക്കൊരു നാണം പോലെ. ഓരോരുത്തരും അവരവരുടെ കാറുകളിലാണ് അമ്പലത്തിലേക്ക് പോയത്. ജാനി, വാ, നമുക്കുള്ള കാർ അവിടെയാണ്. അവർ നേരെ പോയത് പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ജഗൻ്റെ ഓടിയുടെ അടുത്തേക്കാണ്. പെട്ടെന്ന് കാർ കണ്ടതും ജാനിയുടെ മനസ്സിൽ രാവിലെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. അതേ സമയം തന്നെയായിരുന്നു ജഗൻ്റെ നോട്ടം അവളിലേക്ക് എത്തിയത്. ഇതെന്ത് കോലം എന്ന മട്ടിൽ അവനവളെ പുച്ഛിച്ചു നോക്കി. അത് കണ്ടതും ജാനിക്ക് വിറഞ്ഞു കയറി. അവനെ നീക്കി ഒന്ന് മുഖം കോടിക്കൊണ്ട് അവൾ കാറിൻ്റെ പിൻഡോർ തുറന്ന് അവിടേക്ക് കയറിയിരുന്നു. അവൾക്ക് ശേഷം മിതുവും പാർവതിയും പിന്നിലേക്ക് കയറി. രാമനാഥൻ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതോടെ അവരുടെ കാറ് ക്ഷേത്രം ലക്ഷ്യമാക്കി കുതിച്ചു. അവിടെ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. ജാനിമോളെന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെയാണ് മിതുവിൻ്റെ അമ്മയും അച്ഛനും അവളോട് സംസാരിച്ചത്. ജഗന് മാത്രം എന്തോ അങ്ങോട്ട് പിടിക്കുന്നില്ല അവളെ. അവർ അമ്പലത്തിലെത്താറായപ്പോഴേക്കും മഴ ചെറുതായി പെയ്തു തുടങ്ങി. പിന്നീട് മെല്ലെ മെല്ലെ മഴ ശക്തി ആർജിച്ചു വന്നു. മഴയാണല്ലോ, ഇതെന്താ ഈ നേരത്തെ ഇങ്ങനെ ഒരു മഴ? ജഗൻ വണ്ടിയിൽ കൂടെയുണ്ടോ? പുറത്ത് മഴ കനം വെച്ച് തുടങ്ങിയതോടെ പാർവതി മകനോടായി ചോദിച്ചു. ഒരു കൂടെ ബൈക്കിൽ കാണും, അതെടുക്കാം അമ്മ. ജാനിയാണെങ്കിൽ ഈ വക സംസാരങ്ങളൊന്നും കേൾക്കുന്നില്ല. പുറത്ത് അലച്ചു തല്ലി പെയ്യുന്ന മഴയെ ഒരുതരം ആർത്തിയോടെ നോക്കിക്കാണുകയാണവൾ. അവൾക്ക് പണ്ട് മുതലേ മഴയോടൊരു പ്രണയമാണ്. മഴ പെയ്യുന്നത് കാണാനും മഴയത്തിറങ്ങാനും മഴ സമയത്ത് നല്ല ചൂട് പരിപ്പോടിയും കട്ടനും ഒക്കെ കഴിച്ച് പഴയ ഹിന്ദി സോങ്ങുകൾ കേട്ടിരിക്കാനും. അന്നേരം കൊണ്ട് അവരുടെ കാർ അമ്പലമുറ്റത്തെത്തി. മഴയുടെ ശക്തി കൂടിയതിനാൽ ജഗൻ തന്നെയാണ് ആദ്യം ഇറങ്ങി ബൈക്കിൽ നിന്നും കുടയെടുത്ത് ഓരോരുത്തരെയും ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അച്ഛനെ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് വന്നിട്ട് അമ്മയെ വിട്ടത്. അതിനുശേഷമായി മിതുവിൻ്റെ അരികിലുള്ള ഡോർ തുറന്നു. ജാനി, ഏട്ടൻ നിന്നെ അങ്ങോട്ട് എത്തിക്കൂട്ടോ. മിതു പറഞ്ഞതും ജാനി തലകുലുക്കി. ഒടുവിൽ മിതുവും അവൻ്റെ കുടയിൽ കയറി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ജാനി മാത്രം ആ കാറിൽ തനിച്ചായി. അവൻ്റെ കുടയിൽ കയറുന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരെയും കൊണ്ടുവിട്ട ശേഷം അവൻ ജാനിയെ കാറിൽ നിന്ന് നിൽക്കാനായി പോയി. കാറിൻ്റെ ഡോറും തുറന്ന് അവൾക്കായി കുടനീട്ടി നിൽക്കുകയാണ് ജഗൻ. മഴത്തുള്ളികൾ അവൻ്റെ നെറ്റിയിലും കവളത്തും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. മുടിയൊക്കെ അലക്ഷ്യമായി ഒരു വശത്തേക്ക് തെന്നി മാറുന്നുണ്ട്. കാറ്റ് വീശുന്നത് കൊണ്ടാണ്. ഒരു നിമിഷം അവൾ അവനെ നോക്കിയിരുന്നു പോയി. കാറിൽ തന്നെ ഇരിക്കാനാണോ തൻ്റെ ഉദ്ദേശം? പെട്ടെന്ന് അവനത് ചോദിച്ചപ്പോഴാണ് അവളും ഓർത്തത് ഇന്നേരം വരെ താനവനെ വായി നോക്കിയിരിക്കുമായിരുന്നല്ലോ എന്ന്. പെട്ടെന്ന് മുഖത്തെ ചമ്മൽ മറിച്ചുകൊണ്ട് അവൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി.
നീ ഒരു അസൽ വായി നോക്കിയാണല്ലേടി? ജഗൻ്റെ ചോദ്യം കേട്ട് ജാനി കണ്ണു മിഴിച്ചു. തന്നെയൊക്കെ ആര് വായി നോക്കും മിസ്റ്റർ? കണ്ടച്ചാൽ മതി. അവൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ഒരു നിമിഷം ജഗനൊന്ന് പതറി. സാരി ആദ്യമായി ഉടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ധൃതിയിൽ കാറിൽ നിന്നിറങ്ങിയപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ വയറുഭാഗത്തെ ഭിന്നഴിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടില്ല. പക്ഷെ ജഗൻ അത് കൃത്യമായി ശ്രദ്ധിച്ചു. എങ്ങനെയോ അഴിഞ്ഞു പോയതാണ് പിന്നെ. അതെ, ഇതൊരു ക്ഷേത്രമാണ്, അല്ലാതെ തനിക്ക് ഫാഷൻ ഷോ കാണിക്കാൻ പറ്റിയ ഇടമല്ല. പെട്ടെന്ന് ജഗൻ അങ്ങനെ പറഞ്ഞതും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ജാനിക്ക്. എടോ, എന്തേലും കാര്യം പറയുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. തൻ്റെ പോലീസ് മുറിയൊന്നും ഇങ്ങോട്ടെടുക്കണ്ട കേട്ടോ. ഒരു വഴക്കിന് തുടക്കം കുറിക്കുന്നത് പോലെ ജാനിയും പറഞ്ഞു. നീ ആദ്യം നിന്റെ വേഷം ഒന്ന് നേരെ ഉടുക്ക്, എന്നിട്ട് കയറി പോയാൽ മതി. അവനത് പറഞ്ഞതും അവൾ ഡ്രസ്സ് ആകമാനം ഒന്ന് നോക്കി. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? പെട്ടെന്ന് അവൾ വീണ്ടും അങ്ങനെ ചോദിച്ചതും അവന് ദേഷ്യം കയറി. ഇതൊക്കെ ആരെ കാണിക്കാൻ എങ്ങനെ ഇട്ടിരിക്കുന്നത്? അവളുടെ വയറിൻ്റെ ഭാഗത്തു നിന്ന് താഴ്ന്നു കിടന്ന പ്ലേറ്റ് ഒരു കൈകൊണ്ട് ഉയർത്തി ചോദിക്കുമ്പോൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൻ്റെ വിരലുകൾ അറിയാതെ അവളുടെ അവിടെയൊന്ന് ഉരസിപ്പോയി. അവൻ്റെ വിരൽത്തുമ്പിൻ്റെ തണുപ്പും ഇളം ചൂടുള്ള അവളുടെ വയറിൽ പടർന്നതും അറിയാതെ ഇരുവരും ഒന്ന് വിറച്ചു. ഞാൻ സോറി, കണ്ടില്ല. അവൾക്കൊരു വല്ലായ്മ തോന്നി. ജാനി വേഗം തിരിഞ്ഞു നിന്ന് പിന്നെ ചേർത്ത് കുത്തി. അറിയാത്ത പണിക്ക് പോകരുത്, യൂസ്ലെസ്. അതെ, ഞാനങ്ങനെ ആരെയും കാണിക്കാൻ വേണ്ടി ഇട്ടതല്ല. അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ. പിന്നെ പൊട്ടിപ്പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ല താനും. അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ പോലീസുമാനില്ലേ ആവോ? അവൻ അവളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും വരെ പിന്നീട് ഒന്നും മിണ്ടിയില്ല. അവനോട് ചേർന്ന് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അവൻ്റെ ഇടംകൈയുടെ നനുത്ത രോമങ്ങൾ അവളെ തലോടുന്നുണ്ടായിരുന്നു. കുറച്ച് സമയമായി അവരിരുവരെയും വീക്ഷിച്ചുകൊണ്ട് നിന്ന മിതു ജാനി അടുത്തേക്ക് വന്നതും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കുരുപ്പാണേലും ശരി, നാവിന് കുറവില്ല. ജഗൻ മുറുമുറുത്തു. എന്താടി, നിന്റെ മുഖം എന്താ വല്ലാണ്ട്? ഏട്ടൻ വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ലടാ. മിഥു, ജഗൻ വിളിച്ചത് മൈഥിലി തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ? കോവിലിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു, കയറി വരുന്നില്ലേ? ദാ വരുന്നു. മിഥു ജാനിയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് ഓടിച്ചെന്നു. കോവിലകത്തുള്ള ഓരോ അംഗങ്ങളും ഭക്തിയോടുകൂടി ഭഗവാന് മുന്നിൽ കൈതൊഴുതു നിൽക്കുമ്പോഴാണ് ജാനി മിഥുവും അവിടേക്ക് ചെല്ലുന്നത്. അതിൽ പങ്കുചേർന്ന് നിന്നതുപോലെ അവരും കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥനയോടെ നിന്നു. ഓരോരുത്തരായി പ്രാർത്ഥിച്ച് അടുത്ത നടയിലേക്ക് പോകുമ്പോഴും ജാനി കണ്ണുകളടച്ച് അവിടെ തന്നെ നിൽക്കുവാണ്. താൻ ഇവിടെ നിന്ന് ഉറങ്ങുവാണോ? കാതരിയിലൊരു ശബ്ദം കേട്ടപ്പോൾ കണ്ണു തുറക്കാതെ തന്നെ ജാനിക്ക് ആളെ മനസ്സിലായിരുന്നു. ജഗനാണതെന്ന്. തനിക്ക് തൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെടോ പോലീസെ? അവനെ ഒന്ന് ഇരുത്തി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ച് ജാനി അടുത്ത നടയിലേക്ക് പോയി. അവളുടെ രാവിലത്തെ പെർഫോമൻസ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ചൊറിയാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ശ്രീകോവിലിന് മുമ്പിൽ വന്ന് നിന്നതും തിരുമേനി ദീപം പത്മജമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ തന്നെ നിലവിളക്കിൽ ആദ്യത്തെ തിരി തെളിയിച്ചു. പിന്നീട് ഏറ്റെടുക്കുന്നത് പോലെ ഓരോ അംഗങ്ങളായി ക്ഷേത്രാങ്കണത്തിൽ നിരത്തി വെച്ചിരിക്കുന്ന ഓരോ ചിരാതുകളിലും ദീപം തെളിയിച്ചു. മിഥുവും ജാനിയും കൂടി നാഗത്തറയിൽ ദീപം തെളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ജഗൻ അവിടേക്ക് വന്നത്. ഓ, ജാട പോലീസ് ഇവിടെയും വന്നോ? ജാനി അത് ചുണ്ടിനടിയിൽ വെച്ചാണ് പെറുപുറത്തതെങ്കിലും ജഗൻ കൃത്യമായിട്ട് അവൾ പറയുന്നത് കേട്ടു. അതിന് മറുപടി പറയാനായി അവൻ അവൾക്ക് അടുത്തേക്ക് ചെന്ന സമയം മിഥു ഏട്ടനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയത്. ഏട്ടാ. എന്താ മിഥു? അവിടെ പ്രസാദം കൊടുത്തു തുടങ്ങി. ഏട്ടനെ വിളിച്ചുകൊണ്ടില്ലെന്ന് അമ്മ പറഞ്ഞു. മിഥു പറഞ്ഞതും ജാനിയെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ജഗൻ ശ്രീകോവിൽ ലക്ഷ്യമാക്കി നടന്നു. ഇന്ന് മുത്തശ്ശിയുടെ ജന്മനാളായതുകൊണ്ട് തന്നെ പ്രത്യേകം പൂജകളും വഴിപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പായസവും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പൂജാരി. പ്രസാദമൊക്കെ വാങ്ങി അവിടുത്തെ തിണ്ണയിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് ജാനി. മിഥുവും അവൾക്കടുത്തേക്ക് വന്നു. നിനക്ക് ഇഷ്ടമായോ പായസം? അത്രമേൽ ഇഷ്ടത്തോടെ പായസം ആസ്വദിച്ച് കഴിക്കുന്ന ജാനിയെ നോക്കി മിഥു ചോദിച്ചു. ഒരുപാട്.
തല കുലുക്കി ഒരു പ്രത്യേക താളത്തിൽ കുട്ടികളുടെ ചേഷ്ടയോടെ അത് പറയുന്നവളെ നോക്കിയിരുന്നു മിതു. ഇതും കൂടി കഴിച്ചോ, എനിക്ക് ഈ പായസം അത്ര ഇഷ്ടമല്ല. പായസത്തിനോട് അത്ര ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ പോലും ജാനിയുടെ ആ ഇഷ്ടം കണ്ടപ്പോൾ മിതു അവളുടെ ഇലയിലിരുന്ന പായസം കൂടി ജാനിക്ക് കൊടുത്തു. അല്പം മാറി നിന്ന് പ്രസാദം കഴിച്ചുകൊണ്ട് നിന്ന ജഗൻ ഇതെല്ലാം കാണുന്നുണ്ട്. അവളുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങൾ കണ്ടതും ഒരു പുച്ഛത്തോടെ മുഖം കൂട്ടിക്കളഞ്ഞവൻ. ജാനി പായസം കഴിച്ചു കഴിഞ്ഞതും മിതു അവളെയും കൂട്ടി കാവിലേക്ക് നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചപ്പുറത്തായിട്ടാണ് കാവ്. വയലിനരികിലുള്ള ക്ഷേത്രമാണത്. അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ അവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ്. കാവിലേക്ക് പോകാനായി ഇറങ്ങിയവർ അസ്തമയ സൂര്യൻ്റെ ശോഭ കണ്ട് വയലിലേക്ക് ഇറങ്ങാനായി കെട്ടിയിട്ട പിച്ചിങ്ങിലിരുന്നു. എന്ത് ഭംഗിയാണ് മിഥുൻ, തൻ്റെ സ്ഥലമൊക്കെ കാണാൻ. പിച്ചിങ്ങിലിരുന്നു കാല് രണ്ടും താഴേക്ക് ഇട്ടുകൊണ്ടാണ് അവരുടെ സംസാരം. നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ? മിഥുൻ്റെ ഒരു ചോദ്യം. മിഥു ഒരു ചോദ്യം പോലെ ജാനിയോട് ചോദിച്ചു. ഇഷ്ടപ്പെട്ടോന്നു? ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പം ഇവിടെ ജീവിക്കാൻ കൊതിയാവുക. അമ്പലവും കാവും കുളവും നല്ല സ്നേഹമുള്ള കുറേ മനുഷ്യരും. വല്ലാത്തൊരു ആവേശത്തിൽ ജാനിയത് പറയുമ്പോൾ അവളുടെ മുഖത്ത് മാറി മറിയുന്ന പാവങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിഥു. നിനക്ക് ഈ നാടൊക്കെ ഒരുപാട് ഇഷ്ടമെങ്കിൽ മാനസി ആൻറ്റിയോട് പറയാം നിന്നെ ഇവിടേക്ക് വിവാഹം കഴിക്കാൻ. ഇവിടേക്കോ? അപ്പോൾ അമ്മയുടെ വൈഫ് പോ? ജാനി ഒരു തമാശ പോലെ അത് ചോദിച്ചപ്പോൾ മിഥു ആപത്ത് ചിരിച്ചു. ആൻറ്റി സ്റ്റിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ? അങ്ങനെ ചോദിച്ചാൽ ഇന്ന് ഞാൻ വൈഫിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞാൽ അമ്മ നാളെ വിവാഹം നടത്തും. അത്രയേറെ താല്പര്യത്തോടെ ഇരിക്കുവാണമ്മ. എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാനാ ജാനി നിൻ്റെ പ്ലാന്? എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സ്വന്തം വീടിനോടും സ്വന്തം പേരൻസിനോടും തോന്നേണ്ട യാതൊരു അറ്റാച്ച്മെൻറ്റും എനിക്കില്ല. ജീവിതത്തിൽ തനിച്ചായതുപോലൊരു തോന്നലാണ്. നീ ജീവിതത്തിൽ തനിച്ചാകുന്നില്ലല്ലോ, ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണാമെന്ന്? നീ ഒരു കാര്യം ചെയ്യ്, ഇനി അങ്കിളും ആൻറ്റിയും വീട്ടിലില്ലാത്ത നേരത്ത് നീ അവിടെ നിൽക്കണ്ട, നേരെ ഇങ്ങി പോര്. നമുക്ക് കോവിലകത്ത് സന്തോഷമായിട്ടിരിക്കാമല്ലോ. ഇവിടെ എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമാണ്. അത് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. അത്യധികം സന്തോഷത്തോടെയാണ് മിഥു ഓരോ കാര്യങ്ങളും പറയുന്നത്. പിന്നിൽ നിന്നൊരു അലർച്ച കേട്ട സമയത്താണ് ഇരുവരും തിരിഞ്ഞു നോക്കിയത്. നല്ല ദേഷ്യത്തിൽ അവർക്ക് കുറച്ചപ്പുറം മാറി നിൽക്കുവാണ് ജഗൻ. ഓ, ചെവി പൊട്ടിപ്പോയി. ഏട്ടിനെ കുറിച്ച് പതിയെ വിളിച്ചൂടെ? ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് മിഥുവാണ് പറയുന്നത്. എത്ര നേരം കൊണ്ട് നിങ്ങളെ അന്വേഷിച്ച് നടക്കുവാണെന്നറിയോ? ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വരേണ്ട മര്യാദ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലേടി. എവിടൊക്കെ നോക്കിയെന്നറിയോ നിങ്ങളെ? ജഗൻ അത്യാവശ്യം നല്ല ദേഷ്യത്തോടെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനെ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ പോയില്ലവർ. അവൻ്റെ പിന്നാലെ തന്നെ നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ക്ഷേത്രത്തിന് മുമ്പിൽ ആഴ്ചവെട്ടി അവരെയും കാത്ത് മുഴുവൻ കുടുംബാംഗങ്ങളും നിൽക്കുന്നതായിരുന്നു. എവിടെയായിരുന്നു കുട്ടികളെ? എത്ര നേരം തിരക്കി നിങ്ങളെ? പത്മജി അത് പറഞ്ഞതും അല്പം പേടിയോടെ എല്ലാവരെയും നോക്കി ജാനി. ഇത് പക്ഷേ കൂളാണ്. ആ കുട്ടി പേടിച്ചെന്ന് തോന്നുന്നു. പത്മജി അത് പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും പോലെ പാർവതിയും പറഞ്ഞു തുടങ്ങി. ഈ കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞ് ജഗൻ അന്വേഷിച്ചിറങ്ങിയ പോലെ എനിക്ക് തോന്നി. അതാ നിങ്ങൾ എന്തേലും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് വരികയുള്ളൂ എന്ന്. മോള് പേടിക്കണ്ട കേട്ടോ, ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പോലീസല്ലേ, അതിൻ്റേതായ ഒരു മയവും ഇല്ലാത്ത സ്വഭാവം. പാർവതി ജാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും കുട്ടികളെ കണ്ടുകിട്ടിയ സ്ഥിതിക്ക് ഇനി അധികം നേരം നിന്ന് നമുക്ക് സമയം കളയണ്ട, വീട്ടിലേക്ക് പോകാം. അവസാന വാക്കുപോലെ പത്മജി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ കാറുകളിലേക്ക് കയറി. അതേസമയം എന്തോ ആവശ്യത്തിനായി പൂജാരി രാമനാഥനെ വിളിച്ചതും പാർവതിയും അയാൾക്കൊപ്പം അവിടെ തന്നെ നിന്നു. അമ്മയും അച്ഛനും നിൽക്കുന്ന കണ്ട് മിഥു അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കാറിനരികിൽ ജാനി മാത്രമായി. അതെ, നിന്റെ വഷളത്തരങ്ങളൊന്നും എൻ്റെ അനിയത്തെ കൂടി പഠിപ്പിക്കണ്ട. അവളൊരു പാവം കുട്ടിയാ.
അവിടെ നിൽക്കുന്ന ജാനിക്ക് അടുത്തേക്ക് വന്ന് ജഗന്നത് പറഞ്ഞതും അവൾക്ക് ദേഷ്യം ഇരച്ചെത്തി. തൻ്റെ അനിയത്തിയെ ഞാൻ വഷളാക്കും, എന്നെപ്പോലെ തന്നെ വഷളാക്കും. താൻ എന്തോ ചെയ്യും? പോലീസിൻ്റെ വിരട്ടലൊക്കെ അങ്ങ് സ്റ്റേഷനിൽ പ്രതികളുടെ അടുത്ത് മതി. എൻ്റെ അടുത്തേക്ക് ഇറക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഇതാള് വേറെയാ. യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത അല്പം പരുഷമായ സ്വരത്തിൽ ജാനിയത് പറഞ്ഞതും ഇവൾക്ക് ഇത്ര തൻ്റെ ഇടമോ എന്ന ഭാവത്തിൽ ജഗൻ അവളെ നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? തനിക്കെന്നെ ശരിക്കും അറിയില്ല, അതുകൊണ്ട് പറയുക. തൻ്റെ ദേഷ്യവും വാശിയുമൊന്നും എൻ്റെ മുമ്പിൽ കാണിക്കണ്ട. കാണിച്ച നീ എന്തോ ചെയ്യടി? അത് ചോദിക്കുമ്പോൾ ജഗൻ ജാനിയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ കാറിലേക്ക് ചേർത്ത് നിർത്തി അവളിലേക്ക് അടുത്തു. പെട്ടെന്നായതുകൊണ്ട് അവൻ്റെ ആ പ്രവൃത്തിയെ തടുക്കാൻ അവൾക്കായില്ല. കാലത്തെ മുതലുള്ള ദേഷ്യമായിരുന്നു അവൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നത്. തുടരും. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.